ഗുഡ് മോർണിംഗ് ധന്യ. ഇന്നലെ രാത്രി കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഒരുപക്ഷെ തീർത്തും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ സാഹചര്യമാണ് ഇന്നലെ രാത്രി അനുഭവിച്ചിട്ടുണ്ടാവുക. എന്താണ് കണ്ടത്, കേട്ടത് അവിടെ? ഇന്നലെ രാത്രി ബ്ലാക്ക് ഔട്ട് നമ്മളോടൊന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഓൾ ഓഫ് എ സഡൻ ഒരു ബ്ലാസ്റ്റോട് കൂടിയിട്ടാണ് കറണ്ട് എല്ലാം തന്നെ ഓഫ് ആയത്. പിന്നെ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് അവിടെ മെസ്സേജസ് വന്നു, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി എല്ലാവരോടും അകത്ത് കയറാൻ. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തതുപോലെ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഓഫ് ചെയ്യുന്നത് മാത്രമല്ല, എവറിത്തിങ് നമ്മൾ വീട്ടിൽ വെച്ച ഒരു വിളക്കിന്റെ പ്രകാശം പോലും പുറത്തു പോവാത്ത വിധത്തിൽ എല്ലാം ഹെവി ആയിട്ടുള്ള കർട്ടനൊക്കെ ഇട്ടിട്ട് മറയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി 1:30 മണിയോടുകൂടി സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഡോക്ടറാണ്, എനിക്ക് മലയാളി സ്റ്റാഫ് ഉണ്ട്. അവരുടെ അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അവരും രാത്രി വളരെ പരിഭ്രാന്തരായിട്ട് വിളിച്ചിരുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സൈറൻ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. രാത്രിയിൽ മുഴുവൻ നമുക്ക് കാണാം ആകാശത്തുകൂടി മിസൈൽസ് പോണു, എന്താണ് പോകുന്നത് എവിടെയാണെന്ന് ഒന്നും മനസ്സിലാവില്ല. കുറെ സാധനങ്ങൾ പോകുന്നുണ്ട്, കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ആർമി കണ്ടോൺമെന്റ് ഏരിയയാണ് ജലന്ധറിലുള്ളത്. ആദംപൂർ എയർഫോഴ്സ് സ്റ്റേഷൻ ഇവിടെ നിന്ന് വെറും 17 കിലോമീറ്റർ ദൂരെയാണ്. സോ ഒബ്വിയസ്ലി ഇത് വളരെയധികം എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ്. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്, സിറ്റുവേഷൻ അത്ര നോർമൽ അല്ല, പാനിക് ആയിരുന്നു. ബട്ട് എല്ലാവരും തന്നെ ഗവൺമെന്റിന്റെ സൈറണുകളൊക്കെ രാത്രി ഏകദേശം എത്ര മണി വരെ താങ്കൾ കേട്ടിരുന്നു ധന്യ? 1:30 മണി വരെ സൈറൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2-2:30 മണിയോടുകൂടി കറണ്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോ രാവിലെ നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ देखो, എന്റെ മുമ്പിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. അവിടെ രാവിലെ 7 മണിക്ക് ആൾക്കാർ പണിക്ക് വന്നിട്ടുണ്ട്. അവരിതൊക്കെ ഇന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ വൈകുന്നേരം 7 മണി വരെ ഞാനും ഡ്യൂട്ടിയിലുണ്ടതാണ്. എല്ലാം തന്നെ നോർമൽ ആയിരുന്നു. ഡേ ടൈമിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോയതാണ്. രാത്രിയാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടായത്. ഇനി ഇന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് ഒന്നും പറയാൻ കഴിയില്ല. സോ LPUലെ കുട്ടികളെ ഇപ്പൊ ലവ്ലി പബ്ലിക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ചിട്ട് അവരോട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൈനിക് സ്കൂൾ കപൂർത്തല നമുക്ക് അറിയുന്നതാണ്. പറഞ്ഞു എന്ന് പറയുമ്പം അവിടെയുള്ള ആളുകളോട് മാറി താമസിക്കാനാണോ അതോ നാട്ടിലേക്ക് മടങ്ങി പോകാനാണോ? അത് അറിയാമോ ധന്യ? അത് പറയാൻ കഴിയില്ല, കാരണം ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളോട് മാറാൻ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അവിടെ ഒരുപാട് മലയാളി കുട്ടികളുണ്ട്, അവരുടെയൊക്കെ പാരന്റ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ള കൺവെയൻസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഇന്നലെ സൈനിക് സ്കൂൾ കപൂർത്തലയിൽ നിന്ന് നമുക്ക് അറിയുന്ന ഫാമിലീസ് ഉണ്ട്. അവരും പറയുന്നുണ്ടായിരുന്നു അവരുടെ കുട്ടികളെ 7 ദിവസത്തേക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്, എന്നിട്ടും കൂടി കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് സോ ഗുഡ്. ആൻഡ് ഇന്നിപ്പോ നമ്മൾ സ്വയം ഇവിടെ നിന്ന് ഇപ്പൊ അവർ പറയുന്ന കേട്ടു, ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സോ ഈസി. കാരണം ഇവിടെ വയസ്സായ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുള്ളവരുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഡൽഹിക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. നിയറസ്റ്റ് എയർപോർട്ട് അവൈലബിൾ ഡൽഹിയാണ്. ഡൽഹിയിലേക്ക് പോകുന്ന ടാക്സിക്കാര് ഡബിൾ ചാർജ് ആണ് ഇപ്പൊ മേടിക്കാൻ തുടങ്ങുന്നത്. അതും അപ് ഡൗൺ ആയിട്ടുള്ള ചാർജസ് നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ. ഇനി ഹൈവേ എത്രത്തോളം ജലന്ധറിൽ താമസിക്കുന്നു? ഫാമിലി മൊത്തം അവിടെയാണോ ഉള്ളത്? അറ്റ് പ്രസന്റ് ഐ എം അലോൺ ഹിയർ. എന്റെ കൂടെ വേറെ ആരും ഇല്ല. എന്റെ സിസ്റ്ററും ഫാമിലിയും ഒക്കെ സ്കൂൾ പൂട്ടിയതോടുകൂടി നാട്ടിലേക്ക് പോയതാണ്. സോ ഐ ഹാവ് 2 പെറ്റ്സ് ഹിയർ. എനിക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകണം എന്റെ നായ്ക്കുട്ടികളെയും കൂട്ടിയിട്ട്. ടാക്സിക്കാരല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എടുക്കില്ല. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്, കണ്ണൂർക്കാര്. അവർക്ക് പ്രായമായിട്ടുള്ള അമ്മയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്രത്തോളം കൊണ്ടുപോകും? ഇനി ഒരു കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കിപ്പോ ഒന്നും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. ഇന്നിപ്പോ പകല് ചിലപ്പോൾ ഒരു പക്ഷേ നോർമൽ ആയിട്ട് നടന്നേക്കാം. പക്ഷെ രാത്രി ആവുമ്പോൾ സിറ്റുവേഷൻ എന്താവുന്നുള്ളത് ഒരു ഉറപ്പില്ല. കാരണം ഇന്നലെ 6-7 മണി വരെ നോർമൽ ആയിരുന്ന ജലന്ധർ രാത്രി 8 മണിയോടുകൂടി അങ്ങേയറ്റം പാനിക്കായി മാറാണ് ചെയ്തത്. ഇതുവരെ നമുക്ക് സിറ്റിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. 22 കൊല്ലമായി ഞാൻ ഇവിടെ ഇട്ടുണ്ട്. ഇപ്പൊ പത്താൻകോട്ടൊക്കെ പ്രോബ്ലം ഉണ്ടായപ്പോഴും ഒന്നും നമ്മളെ അത് അഫക്ട് ചെയ്തിട്ടേ ഇല്ല നോർമൽ ലൈഫിനെ. പക്ഷെ ഇന്നലെ ഇത് നോർമൽ ലൈഫിനെ ശരിക്കും നേരെ വെക്കാമോ? മാഡത്തിന്റെ മുഖം കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഇന്നലെ വരെ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നോർമൽ ലൈഫിന് ഒരിക്കലും ഇതിനു മുമ്പുള്ള ഒരു അറ്റാക്കിലും ജലന്ധർ സിറ്റിനെ ഒരിക്കലും ഇത് അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലത്തെ വൈകുന്നേരത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ടു പാനിക്. ഇപ്പൊ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർക്ക് പറയുന്നത് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്ന് അറിയാൻ കഴിയുന്നില്ല. സിറ്റിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയാൻ കഴിയുന്നില്ല. ടാക്സിക്കാരൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഡബിൾ ചാർജ് കൊടുത്താൽ ഞങ്ങൾ വരാം. ദാറ്റ് ടു അവർ പറയുന്നു എത്തുമോ എന്ന് ഉറപ്പില്ല. ഹൈവേ എത്രത്തോളം ബ്ലോക്ക്ഡ് ആണ് എന്ന് അറിയില്ല. അപ്പൊ ഇവിടെ നാട്ടിലേക്ക് വരുന്നത് ആലോചിക്കുന്നുണ്ടോ ധന്യ?
നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നില്ല. പക്ഷെ എന്റെ മോളുണ്ട് ഡൽഹിയിൽ, ഐ എം പ്ലാനിങ് ടു ഗോ ടു ഡൽഹി. ബട്ട് ഡൽഹി എത്രത്തോളം സേഫ് ആണ് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നെക്സ്റ്റ് അവരുടെ ടാർഗറ്റ് എന്താണ് എന്നും അറിയാൻ കഴിയില്ലല്ലോ. ഇതുവരെ ജലന്ധറിൽ വരാത്ത ഒരു അറ്റാക്ക് ഇപ്പൊ ജലന്ധറിൽ വന്നു. ഇനി അടുത്തത് എന്താണ് അവർ ആലോചിക്കുന്നതെന്നും അറിയില്ല. വി നെവർ എക്സ്പെക്ടഡ് ദിസ്. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പം ഈ ബ്ലാക്ക് ഔട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നൽകിയിരുന്നോ? ബ്ലാക്ക് ഔട്ട് ഉണ്ടാകും, ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിരുന്നോ, അറിയിച്ചിരുന്നോ? മിനിഞ്ഞാന്ന് 1 മണിക്കൂർ ബ്ലാക്ക് ഔട്ട് അത് ഓൾറെഡി ഡിക്ലെയർഡ് ആയിരുന്നു. 8 തൊട്ട് 9 മണി വരെയാണ് ജലന്ധറിൽ ഡിക്ലെയർഡ് ആയിരുന്ന ബ്ലാക്ക് ഔട്ട്. ആ സമയത്ത് നമ്മൾക്ക് എല്ലാവരോടും പറഞ്ഞിരുന്നു. ഈവൻ ചില കെട്ടിടങ്ങളുടെ മുകൾ ഭാഗത്ത് ലൈറ്റ് കിടന്നിരുന്നു, അവരോട് ആവശ്യപ്പെട്ടിരുന്നു അത് ഓഫാക്കാനായിട്ട്. പക്ഷെ ഇന്നലത്തെ ബ്ലാക്ക് ഔട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ദ മൊമെന്റ് ഇലക്ട്രിസിറ്റി ഓഫ് ആയ ഉടനെ തന്നെ നമുക്കൊക്കെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു വീട്ടിനകത്ത് ഇരിക്കാനായിട്ട്. പാനിക് ആവരുത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ആണ് കൂടുതലായിട്ട് വന്നിരുന്നത്. ബട്ട് യു നോ കി എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാത്തവര് ഒരുപാട് പേര് സ്ട്രീറ്റിലാണ്, ഒരുപാട് പേര് ഓഫീസിലാണ്. ഇവിടെ നൈറ്റ് ലൈഫ് ഒരു 10-11 മണി വരെയൊക്കെ ടോട്ടലി ഓൺ ആയിരിക്കുന്ന ഒരു സിറ്റിയാണ്. സോ അവരൊക്കെ തരുന്ന മെസ്സേജസ്, അവരൊക്കെ തരുന്ന വീഡിയോസ് ആണ് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഇവിടെ എഫക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ഒരു വീഡിയോ വരുന്നുണ്ടായിരുന്നു ശ്രീമാൻ ഹോസ്പിറ്റലിന്റെ അടുത്ത്. ഇറ്റ്സ് ദ ബിഗസ്റ്റ് ഹോസ്പിറ്റൽ, വൺ ഓഫ് ദി ബിഗസ്റ്റ് ഹോസ്പിറ്റൽ. ഒരു ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഡ്രോൺ വീണതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് 8 o'clock ദ മെസ്സേജ് വാസ് ഓൺ കി 4-5 ബ്ലാസ്റ്റ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആകാശത്ത് കൂടെ എന്തൊക്കെയോ പോകുന്നുണ്ട്. എവിടെയാണ് വീഴുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. ഗോഡ്സ് ഗ്രേസ് നമ്മുടെ വീടിന്റെ മുറ്റത്തൊന്നും വീണില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. പക്ഷേ നേരം പുലർന്ന് ഇനിയിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ എവിടെയൊക്കെ ആർക്കൊക്കെ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ആർക്കൊക്കെ കാഷ്വാലിറ്റീസ്. അറ്റ് ദിസ് മൊമെന്റ് ആസ് പെർ എന്റെ അറിവനുസരിച്ചിട്ട് കാഷ്വാലിറ്റീസ് ഒന്നും നോട്ടീസ്ഡ് അല്ല. ധന്യ, ഇപ്പോ രാവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കാര്യങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലായോ അതോ ആളുകൾ ഇപ്പോഴും പാനിക്കാണോ? ഇപ്പോ പൂർവ്വസ്ഥിതിയിലാണ്. ഞാനൊരു ഗേറ്റഡ് കോളനിയിലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റ് ഓൾറെഡി ഓൺ ആയി. അത് എത്ര നേരം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്കൊക്കെ തന്നെ പുറത്തിറങ്ങണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഓഫീസസ് ഓൺ ആവുമോ അതോ ഇനി അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടിയ ഒരു ഗവൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ പാനിക് ആവണ്ട എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ അധികം അങ്ങനെ ഫുഡ് സ്റ്റോറേജ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരു തരത്തിലും ഇതാക്കണ്ട. മാലുകളിലൊക്കെ ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഗവൺമെന്റ് ഒഫീഷ്യൽസ് നമ്മൾ അറിയിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും സിറ്റുവേഷൻസ് മാറി. ഇനിയിപ്പോ ഇന്ന് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ആൾക്കാർ നോക്കിയാൽ കൂടി എത്രത്തോളം പോസിബിൾ ആവും എന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പം ഇന്നലെ രാത്രി ഈ ബ്ലാക്ക് ഔട്ടിന് ശേഷം ഒരു 2 മണിയോട് കൂടി കറണ്ട് വന്നു, വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും വൈദ്യുതി ഉണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ വീടിന് മുന്നിലുള്ള ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇപ്പോഴും അവിടെ ആളുകൾ, തൊഴിലാളികളുണ്ടോ? അവർ ജോലി ചെയ്യുന്നുണ്ടോ അതോ അവർ മടക്കി അയച്ചോ? അറിയോ? അല്ലല്ല, ഇപ്പൊ അവരവിടെ വന്നിട്ടുണ്ട്. അവര് മേ ബി അതിന്റെ ഇന്റീരിയേഴ്സ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അകത്ത് കയറുന്നത് 7 മണിക്ക് അവർ അകത്ത് കയറുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഇതിന് വന്നിരിക്കുന്നത്. കാരണം എന്താണ് പുറത്തെ സിറ്റുവേഷൻ എന്നറിയാൻ ഞാനും പുറത്തിറങ്ങിയിരുന്നു. മറ്റ് ഇത് നോർമലി മോർണിംഗ് വാക്കേഴ്സ് അവരൊന്നും തന്നെ ഇല്ല, ആരും തന്നെ അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. മേ ബി ഇന്നലത്തെ രാത്രിയിൽ ഒരു പാനിക് സിറ്റുവേഷൻ കാരണമാവാം. പക്ഷെ ഈ പണിക്കാർ എന്തായാലും വന്നിട്ടുണ്ട്, അവർ അതിനകത്തുണ്ട്. ബാക്കി നമ്മൾ ഫോൺ ചെയ്യുന്ന എല്ലാവരും തന്നെ ആർക്കും അറിയില്ല ശരിക്കുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, ആർക്കും തന്നെ അറിയില്ല. ഇപ്പൊ ഈ ക്ലിനിക്ക് തുറക്കരുത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല, ടിൽ ദിസ് മൊമെന്റ് അങ്ങനത്തെ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല.